എന്താണ് നമ്മുടെ ദൈവങ്ങളും തന്നെ കറുപ്പാണല്ലോ, കാർവർണ്ണനാണല്ലോ എന്ന് പറയുമ്പോഴും കാർവർണ്ണൻ നീല കളറിൽ അതും ഇളം നീല കളറിലല്ലേ നമ്മൾ പെയിൻറ് ചെയ്യുള്ളൂ. അതും കൂടി ഓർക്കുമ്പം ആക്ച്വലി നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഈ നിറത്തിനോട് ഒരു പ്രശ്നമുണ്ട്. അപ്പം ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു നോക്കേണ്ടത് വാസ്തവത്തിൽ അഴക് കുറവാണോ? ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പം ഈ തൊട്ട് മുൻപ് കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന വനിതാ ഉദ്യോഗസ്ഥയായിട്ടുള്ള ശാരദ മുരളീധരൻ, നമ്മുടെ കേരള ചീഫ് സെക്രട്ടറി ആണ്. അപ്പം ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കറുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കറുപ്പ് മൂലം അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചില അവസ്ഥകളെ കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ വീഡിയോ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6-7 ദിവസം മുൻപ് ഇവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു കുറിപ്പായിട്ട് ഇവർ പറയുന്ന സംഭവം എങ്ങനെയാണ്, ഇവരുടെയും ഇവരുടെ ഭർത്താവിന്റെയും നിറത്തെ തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആരോ ഒരു വ്യക്തി സംസാരിച്ചു, പരിഹസിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ കേരള മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വേണു സാർ ആണ്. അപ്പൊ വേണു സാറിന്റെ നിറം എന്ന് പറയുന്നത് വെളുപ്പാണ്, ശാരദ മാഡത്തിന്റെ തൊലി നിറം എന്ന് പറയുന്നത് കറുപ്പാണ്. അപ്പൊ അതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇവരെ പരിഹസിച്ച് സംസാരിച്ചത് അവർക്ക് വേദന ഉണ്ടാക്കി. അതിനെ തുടർന്ന് അവരെന്ത് ചെയ്യുന്നു, രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം അത് കുറച്ച് ചർച്ച കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവർ ആ പോസ്റ്റ് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും രാത്രിക്ക് ആയപ്പോഴേക്കും വിശദമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ അത് ഇംഗ്ലീഷിലാണ് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഇവർ അനുഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ കുറച്ച് പോയിന്റ്സ് ഉള്ളൂ എങ്കിലും നമുക്ക് ആഴത്തിൽ ചിന്തിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ ആ ഒരു പോസ്റ്റിനെ ഞാൻ മലയാളത്തിലേക്ക് ഒന്ന് മാറ്റി തരാം. അതിന്റെ രത്ന ചുരുക്കം എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിച്ചു തരാം. കഴിഞ്ഞ 7 മാസമായി എന്റെ ഭർത്താവുമായുള്ള താരതമ്യപ്പെടുത്തലിന്റെ പരേഡായിരുന്നു. കറുത്തവൾ എന്ന മുദ്ര കുത്തലായിരുന്നു. ഇതിൽ ഞാൻ വളരെ അസ്വസ്ഥയായിരുന്നു. ലജ്ജ തോന്നുന്നു. എന്തിനാണ് കറുപ്പിനെ അധിക്ഷേപിക്കുന്നത്? പ്രപഞ്ചത്തിന്റെ സർവ്വവ്യാപിയായ സത്യമാണ് കറുപ്പ്. എന്തിനേയും ആഗിരണം ചെയ്യാൻ സാധിക്കുന്ന മനുഷ്യവർഗത്തിന് അറിയാവുന്ന ഏറ്റവും ശക്തമായ ഊർജസ്പന്ദനം, എല്ലാവരിലും പ്രവർത്തിക്കുന്ന നിറം. എന്നെ വീണ്ടും ഗർഭപാത്രത്തിൽ എത്തിച്ച് വെളുത്ത സുന്ദരിയായി തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്നായിരുന്നു 4 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചത്. മതിയായ നിറമില്ലെന്ന വിശേഷണത്താലാണ് കഴിഞ്ഞ 50 വർഷമായി ഞാൻ ജീവിക്കുന്നത്. കറുപ്പിലെ ഭംഗി തിരിച്ചറിയാത്തതിൽ, വെളുത്ത തൊലിയിൽ ആകൃഷ്ടിയായതിൽ തുടങ്ങി ഇത്തരത്തിൽ ഒരു വിശേഷണത്തിൽ ജീവിച്ചതിൽ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. കറുപ്പിൽ ഞാൻ കണ്ടെത്താത്ത സൗന്ദര്യം എന്റെ മക്കൾ കണ്ടെത്തി. കറുപ്പ് ഭംഗിയാണെന്ന് അവരെനിക്ക് മനസ്സിലാക്കി തന്നു. അത് കണ്ടെത്താൻ അവരെന്നെ സഹായിച്ചു. കറുപ്പ് മനോഹരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചൊരു സംഭവമാണ്, 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു, അമ്മയോട് പോയിട്ട് പറയാണ് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു മടങ്ങിയിട്ട് അവിടുന്ന് വെളുത്ത കുട്ടിയായിട്ട് തന്നെ വീണ്ടും വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരാന്. അപ്പൊ 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് കറുപ്പെന്ന് പറയുന്ന നിറത്തോട് ഇത്രയേറെ അപകർഷത തോന്നുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യമായിട്ട് വരുന്നത്. അപ്പൊ നമ്മളൊക്കെ എല്ലാവരും ഈ പറയുന്ന ഈ നിറത്തിന്റെ പേരിൽ ഈ പറയുന്ന വിവേചനവും പരിഹാസവും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവര് 4 വയസ്സ് മുതൽ അത്രയ്ക്ക് അനുഭവിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ 50 വർഷങ്ങൾക്കിടയിൽ ഇത്രയേറെ ചോദ്യങ്ങൾ പരിഹാസങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊരു മനുഷ്യന്റെ കോൺഫിഡൻസിനെ എത്രത്തോളം ബാധിക്കും, ഒരു മനുഷ്യന്റെ അപകർഷതയെ എത്രത്തോളം വളർത്തിയെടുക്കും തുടങ്ങി അവരുടെ മാനസികാവസ്ഥയെ വരെ നാശമാക്കുന്ന കാര്യമാണ്. അപ്പം എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പറയുന്ന കറുപ്പ് എന്ന് പറയുന്ന സംഭവത്തെ കുട്ടികളൊക്കെ പരിഹസിച്ചിട്ടുണ്ട്. അവരുടെ അത്ര നിറമില്ല എന്നുള്ള കാരണം കൊണ്ട് എന്നെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത്, അന്ന് ഞാൻ 6-7 വയസ്സുള്ള കുട്ടിയാണ്. ആ സമയത്ത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി, കൂട്ടത്തിലുള്ള ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ വെളുത്ത കുട്ടികളാണ്, നീ മാത്രം കറുപ്പെന്ന് പറഞ്ഞു. തമാശയായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ആ തമാശ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഈ പറയുന്ന പോലെ 10, 25, 26 വർഷങ്ങളായിട്ടും എനിക്കിപ്പോഴും ആ തമാശ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിപ്പോഴും എന്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അത് ചില സമയങ്ങളിലൊക്കെ വല്ലാത്ത അസ്വസ്ഥതയോട് കൂടി പുറത്തേക്ക് വരും. അപ്പൊ നമ്മളുടെ ഉള്ളിലേക്ക് ഈ പറയുന്ന കറുപ്പ് എന്ന് പറയുന്ന സംഭവം എന്തോ മോശമാണെന്നുള്ള ഒരു രീതിക്ക് ഇവരൊക്കെ ചെറുപ്പം മുതൽക്കേ വിത്ത് പാകിയിടുന്നുണ്ട്. ഈ 4 വയസ്സുള്ള പ്രായത്തില് തന്റെ അനുഭവത്തെ കുറിച്ച് ശാരദ മുരളീധരൻ ഈ പറയുന്ന സംഭവം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതുപോലെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കുട്ടി, നമുക്ക് അവരുടെ ഫാമിലി എല്ലാം അറിയാം. ആ ഫാമിലിക്കകത്ത് എല്ലാവരും വെളുത്തിട്ടാണ്, ഈ കുട്ടി മാത്രമാണ് നിറം കൊണ്ട് കുറച്ച് കറുപ്പായിട്ടുള്ളത്. അപ്പൊ ചെറുപ്പം തൊട്ടേ ഈ കുട്ടിയെ അന്ന് എല്ലാവരും കറുത്ത മുത്ത് എന്നാണ് വിളിക്കുക. അത് പണ്ട് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ഒരു സീരിയലായിരുന്നു. ആ സീരിയലിലെ നായിക കറുപ്പായിരുന്നു. സോ ആ കറുത്ത മുത്ത് എന്നാണ് സീരിയലിന്റെ പേര്. അപ്പൊ ഈ കുട്ടിയെയും ഈ പേര് തന്നെ വിളിച്ചുകൊണ്ടിരിക്കും തമാശയ്ക്ക്. അപ്പൊ നമ്മൾ അന്നേ പറയും അതങ്ങനെ വിളിക്കരുത്, അത് കുട്ടികളിൽ അപകർഷത ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല.
അങ്ങനെ കുറെ വർഷം മുമ്പോട്ട് പോയി. ഇപ്പൊ ആ കുട്ടിക്ക് ഒരു 14 വയസ്സായിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഇപ്പോഴും ഭയങ്കര അപകർഷതയാണ്. കറുപ്പാണ് നിറം എന്നുള്ളൊരു കാര്യത്തിൽ അപകർഷതയാണ്. ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങളൊന്നും ഇടില്ല. അപ്പൊ കാരണം ചോദിച്ചാൽ പറയും കാല് കറുപ്പല്ലേ, സോ ആളുകൾ കണ്ടാൽ എന്തെങ്കിലും അയ്യേ പറയില്ലേ എന്നൊക്കെ. അപ്പൊ ഇത്രത്തോളം കുട്ടികളുടെ ഉള്ളിലേക്കൊക്കെ കറുപ്പെന്ന് പറയുന്ന സംഭവം വളരെ മോശമായിട്ടുള്ള എന്തോ ആണെന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, എല്ലാവരും പറയുന്ന സംഭവങ്ങളാണല്ലോ, അവള് കറുത്തവളാണെങ്കിലും സുന്ദരിയാണ്, കറുപ്പിന് 7 അഴകെന്നൊക്കെ. ആക്ച്വലി ഇതിലൊക്കെ സംഭവിക്കുന്നത് കറുപ്പ് എന്ന് പറയുന്ന സംഭവം മോശപ്പെട്ട എന്തോ ആണെന്നുള്ള, അല്ലെങ്കിൽ കറുപ്പിനോടുള്ള ഒരു വിദ്വേഷം ഒളിച്ചു കടത്തുന്ന സംഭവമാണ്. ഇതൊക്കെ കറുപ്പെന്ന് പറയുന്ന സംഭവം മോശപ്പെട്ട എന്തോ ആണെന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കണ്ട് കണ്ട് കേട്ട് കേട്ടൊക്കെയാണ് വളർന്നിട്ടുള്ളത്. ഇനി ഇതൊക്കെ പോട്ടെ, ഇപ്പൊ നമ്മുടെ സത്യഭാമ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള RV രാമകൃഷ്ണന്റെ ആ സംഭവം ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളം മൊത്തം അത് വലിയ രീതിക്ക് ഭയങ്കര വിഷയമാക്കിയ കാര്യമാണ്. പല രീതിക്ക് അന്ന് കലാമണ്ഡലം സത്യഭാമ RV രാമകൃഷ്ണന്റെ നിറത്തെ അധിക്ഷേപിച്ചു. വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ആ അധിക്ഷേപത്തിന് ശേഷം സംഭവിച്ചത് എന്താണ്? നമ്മുടെ കേരളത്തിലെ എല്ലാവരും ഒത്തുചേർന്ന് ഇവരെ വലിയ രീതിക്ക് സൈബർ ആക്രമണം നടത്തുകയാണ്. ഇവരെ കുറിച്ച് ഒരുപാട് എഴുതുന്നു, ഒരുപാട് വായി തോന്നി തെറി വിളിക്കുന്നു, പരിഹസിക്കുന്നു, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, സത്യഭാമ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആശയത്തെ, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു ആശയമുണ്ട്, ആ ഒരു ആശയത്തെ വളരെ ആരോഗ്യപരമായിട്ട് വേണമെങ്കിൽ എല്ലാവർക്കും നേരിടാമായിരുന്നു. അല്ലാണ്ട് ട്രോൾ ഉണ്ടാക്കിയും തെറി വിളിച്ചും ഒന്നും അല്ല അത്തരം ആശയങ്ങളെ നേരിടേണ്ടത്. അപ്പൊ ഈ കൂട്ടം കൂടിയിട്ട് ഒരുപാട് പേര് ഇവരെ വിമർശിക്കുമ്പോഴും അത്രയും ആളുകളുടെ ഉള്ളിലും, ഏകദേശം അതിൽ പകുതി ആളുകളുടെ ഉള്ളിലും ഈ പറയുന്ന കറുപ്പെന്ന് പറയുന്ന സംഭവത്തോട് നല്ല ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവർ ഈ സത്യഭാമയെ തെറി വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഉള്ളിലെ വൈകൃതത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തി തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പറയുന്ന തെറ്റിനെ തിരുത്തണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ അവരെ തെറി വിളിക്കുകയല്ല ചെയ്യുക, പരിഹസിക്കുകയല്ല ചെയ്യുക. മറിച്ച് ആരോഗ്യപരമായിട്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ട്രൈ ചെയ്യും. പക്ഷെ ഇത്രയും ആളുകൾ അവരുടെ വൈകൃതത്തെ ആയിരുന്നു പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു എതിർക്കൽ സംഭവം പ്രകടമാക്കിയിട്ടുള്ള കാര്യം അതാണ്. പക്ഷെ അതെങ്ങനെയാണ് അവർ കാണിക്കുന്നത്? കറുപ്പെന്ന് പറയുന്ന സംഭവത്തോട് തങ്ങൾക്ക് ഭയങ്കര സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കറുപ്പിന് വേണ്ടിയിട്ട് ഇത്രയേറെ പിന്തുണ കൊടുത്ത മനുഷ്യന്മാരിലൊന്നും എനിക്ക് വിശ്വാസമില്ല. കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇന്നും കറുപ്പെന്ന് പറയുന്ന സംഭവം മോശമാണെന്നുള്ള ധാരണ എല്ലായിടത്തും മിക്ക ഇടങ്ങളിലും കാണാൻ പറ്റും. ഒരുപാട് പേരിലായിട്ട് കാണാൻ പറ്റും. ഈയിടെ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും, ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന സംഭവം ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തില് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും അധികം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരസ്യമാണ് ഗ്ലൂട്ടാത്തയോൺ. ഇവിടുത്തെ സെലിബ്രിറ്റീസ് എല്ലാം അതിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്ലൂട്ടാത്തയോൺ ഗ്ലോ ഉണ്ടാക്കുന്നതാണ് പറയുന്നത് സ്കിന്ന്. ആക്ച്വലി അതല്ല. ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ സ്കിന്നിന്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ ടോണിനെ വൈറ്റിലേക്ക് കൊണ്ടുവരും. ഇത് വാങ്ങാൻ വേണ്ടി ഒരുപാട് പേര് എന്ത് ചെയ്യുന്നു? ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് എടുക്കുന്നു, അതുപോലെ തന്നെ IV ചെയ്യുന്നു. ഇതിനു വേണ്ടി ഓടി നടക്കുന്നുണ്ട് ക്യാഷ് ഒക്കെ ചെലവാക്കിയിട്ട്. അതിന്റെ ഇടയിൽ വെളുത്തിട്ട് പാറന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് എന്ത് ചെയ്തു? അത് യൂസ് ചെയ്തിട്ട് അവരുടെ കിഡ്നി അടിച്ചു പോയി. അപ്പൊ ഇത്രയേറെ ആളുകൾ വെളുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഭയങ്കര മാർക്കറ്റിൽ ഭയങ്കര നല്ല വാല്യൂ ഉള്ള ഒരു സാധനമാണ്. അത് വെച്ച് അവർക്ക് നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സ്ഥലത്താണ് ഇത് കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രം മലയാളികളായിട്ടുള്ള പെൺകുട്ടികളാണ് ഗ്ലൂട്ടാത്തയോൺ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കാണുന്നത്. ഈ പറയുന്ന ആണുങ്ങളിൽ അത്ര കാണുന്നില്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഇവിടെ പെൺകുട്ടികൾക്കാണ് നിറമില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് മറ്റുള്ളവരിൽ നിന്ന്. ചെറുപ്പം തൊട്ട് ഈ അപകർഷത കൂടി വരുന്നത് അവരാണ്. ഏറ്റവും കൂടുതൽ നീറ്റലോട് കൂടി നിറം എന്ന് പറയുന്ന സംഭവത്തെ അഭിമുഖീകരിക്കുന്നത്. അപ്പം ഈ ഗ്ലൂട്ടാത്തയോൺ വെച്ചിട്ടെങ്കിലും എങ്ങനെയും നിറം വെക്കാം എന്നുള്ള ധാരണയാണ് പെൺകുട്ടികൾക്ക് വരുന്നത്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവരുടെ ഒരു സൗന്ദര്യ സങ്കല്പമായിട്ട് ഒരു ഫ്രേസ് തന്നെ പറയുന്നുണ്ട്, ചോളായിരിക്കണം, അതുപോലെ തന്നെ ഡാർക്ക് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്രേസ് തന്നെ പറയുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഫ്രേസിൽ ഒരു ഡാർക്ക് ടോണിനെ കുറിച്ച് എവിടെയും പറയുന്നില്ല. അപ്പൊ ആൺകുട്ടികൾ കറുത്താലും വെളുത്താലും ഒക്കെ അതെല്ലാം സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഈ ഒരു ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ കൊണ്ടോട്ടിയിലെ, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ ഒരു പെൺകുട്ടി നിറമില്ല എന്നുള്ള അപകർഷത മൂലം ഭർത്താവിന്റെ നിരന്തരമായിട്ടുള്ള പരിഹാസവും കളിയാക്കലും എല്ലാം മൂലം എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അതും ഇപ്പൊ അടുത്ത കുറച്ച് കാലങ്ങൾക്കുള്ളിലാണ് സംഭവിച്ചത്. ഈ നിറമില്ല എന്നുള്ള പേരിൽ ഒരാളുടെ കോൺഫിഡൻസ് പോവുക, അയാൾ ആത്മഹത്യയോളം എത്താന്ന് പറയുന്ന സംഭവം അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അത് എവിടുന്നാണ് സംഭവിക്കുന്നത്? അത് അയാളുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ പറയുന്ന അപകർഷതയുടെ പുറത്ത് നിന്നാണ് ഈ ആത്മഹത്യ വരേക്കും എത്തുന്നത്. ഇപ്പം എനിക്കറിയാവുന്ന ഒരാളെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ചെറുപ്പത്തിൽ കാണാൻ ഭംഗിയില്ല എന്നുള്ള ഒരു വല്ലാത്ത അപകർഷത ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ആ അപകർഷത കൂടി കൂടി വന്നിട്ട് അവരെന്ത് ചെയ്തു? വർഷങ്ങളോളം ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങില്ലായിരുന്നു, പുറത്ത് ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യില്ലായിരുന്നു. അങ്ങനെ ഒരു 40-40 വയസ്സാകുമ്പോഴേക്കാണ് അയാൾക്ക് എന്താവുന്നത്? ഈ പറയുന്ന കോൺഫിഡൻസ് തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കോൺഫിഡൻസിന്റെ പുറത്ത്
അവരുടെ ഉള്ളിൽ കുറെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന കുറെ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊടി തട്ടിയെടുത്ത് അവരെന്ത് ചെയ്യുന്നു, പുസ്തകം ചെയ്യുന്നു, ഇറക്കുന്നു, എഴുതുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു കോൺഫിഡൻസിലേക്ക് എത്താൻ 10-40 വയസ്സ് വരെ വേണ്ടി വന്നു. അപ്പൊ ഒരു കുറ്റബോധത്തോട് പറയുന്നുണ്ട്, പണ്ട് എഴുത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടി അച്ചീവ് ചെയ്യാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ നല്ല പ്രായം മൊത്തം കോൺഫിഡൻസ് ഇല്ലാണ്ട് ചുറ്റും നിൽക്കുന്ന ആളുകളെല്ലാം കോൺഫിഡൻസ് തകർത്തില്ലാണ്ടാക്കി കളഞ്ഞു. സോ അവര് കുറെ കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആവേണ്ട ഒരു പ്രായമായിരുന്നു. ആ പ്രായത്തെ പോലും അവർ തല്ലിക്കെടുത്ത ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിറം എന്ന് പറയുന്ന സംഭവത്തോട് ആളുകളുടെ മനോഭാവം വെച്ചിട്ട് അവര് മറ്റുള്ളവരെ കൂടിയാണ് തല്ലിക്കെടുത്തുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഗ്ലൂട്ടാതയോൺ കാര്യങ്ങളൊക്കെ സ്കിൻ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ ഓടി നടക്കുന്നത്. പെൺകുട്ടികൾക്ക് ഓടി നടന്നിട്ട് അനാവശ്യമായിട്ട് അത് ചെയ്തിട്ട് വേറെ കുറെ രോഗങ്ങൾ വരുത്തി വെക്കുന്നതും അവനവന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിധത്തിൽ അത് ആക്കി തീർക്കുന്നതും. അപ്പൊ ശാരദാ മുരളീധരന്റെ ഒരു കാര്യം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം. ശാരദാ മുരളീധരൻ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥയാണ്, ഉന്നത ഉദ്യോഗസ്ഥയായിട്ടുള്ള. അങ്ങനെ ഒരു വ്യക്തിക്ക് പോലും ഇതുപോലെ അധിക്ഷേപങ്ങൾ നേരിടണമെങ്കിൽ, അത് ഇത്രയധികം റെപ്യൂട്ടേഷൻ ഒക്കെ ഉണ്ടായിട്ട് പോലും ഇവർക്ക് ഇത് നേരിടണമെങ്കിൽ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ പോകുന്ന ഓഫീസ്, അവർ പോകുന്ന ഇടങ്ങൾ, അവർ ഇടപഴകുന്ന സ്ഥലങ്ങൾ തുടങ്ങി എല്ലായിടത്തും ഇവർക്കും ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെയുള്ള പരിഹാസങ്ങൾ ശാരദ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് നേരിട്ടതിനേക്കാൾ കൂടുതലായിട്ട് നേരിടേണ്ടി വരും. അപ്പൊ എല്ലാവരും സംബന്ധിച്ചിടത്തോളം നിറം എന്ന് പറയുന്ന സംഭവം പ്രശ്നങ്ങൾ തന്നെയാണ്. അവർക്ക് എല്ലാവർക്കും ഈ നിറം കറുപ്പായതിന്റെ പേരിൽ കോംപ്ലക്സ് ഇല്ലാത്ത മനുഷ്യർ കേരളത്തിൽ വളരെ കുറവായിരിക്കും. അത് ഇവിടുത്തെ ജനങ്ങളുടെ ഈ ഒരു മനോഭാവം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ നാട്ടില് ഭയങ്കര രസമാണ്, എല്ലാവരും പുരോഗമനം പറയും, എല്ലാവരും ഭയങ്കര പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതൊക്കെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന പുരോഗമനവും ഈ പറയുന്ന സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇവരൊക്കെ ഭയങ്കര എന്താ പറയാ, കറുപ്പിനോട് വിദ്വേഷമുള്ള, മറ്റു കാര്യങ്ങളിലൊക്കെ വിദ്വേഷം നടത്തുന്ന മനുഷ്യരൊക്കെ തന്നെയായിരിക്കും. ഈ പറയുന്ന ജനാധിപത്യ മര്യാദയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് കാണിക്കേണ്ട ബേസിക് ആയിട്ടുള്ള മര്യാദ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. ഇവരെന്ത് ചെയ്യും, മറ്റൊരു വ്യക്തിയെ തകർക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഇവരുടെ ഒരു ഉദ്ദേശം. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിലൊക്കെ ഈ കല്യാണം ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെണ്ണ് ആലോചിക്കുന്ന സമയത്തൊക്കെ കാലാകാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് പെൺകുട്ടി സുന്ദരിയായിരിക്കണം, നിറവും വേണം. ഈ നിറം എന്ന് പറയുന്നതാണ് സൗന്ദര്യം എന്നുള്ള ഒരു ചിന്ത. അത് ഞാനത് ഓർമ്മ വെച്ച കാലം തൊട്ടേ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. ആ ഒരു ചിന്ത അങ്ങനെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും കേൾക്കുന്നുണ്ട്, പെൺകുട്ടിക്ക് നിറം വേണം, നിറമില്ലാത്ത പെൺകുട്ടികൾക്ക് സൗന്ദര്യമില്ല, മറ്റെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു തോട്ട് അവിടെ ഉണ്ട്. എന്നാൽ അതേസമയം ആൺകുട്ടികളെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞു കേൾക്കാറില്ല. ആൺകുട്ടിക്ക് നിറം വേണം എന്ന് പറയുന്ന സംഭവം ഒന്നും കേൾക്കാറില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ടോള് അതുപോലെ തന്നെ ഡാർക്ക് എന്ന് പറയുന്ന സങ്കല്പങ്ങളൊക്കെ ഫ്രേസ് ഒക്കെ വരുന്നത് പുരുഷന്മാർക്കാണ്, പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെ വരുന്നില്ല. സോ സ്ത്രീകളുടെ സൗന്ദര്യം എപ്പോഴും വെളുപ്പിലാണ് കിടക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പൊ നമ്മുടെ ശാരദ മുരളീധരന്റെ പോസ്റ്റ് കാണുന്ന സമയത്തും ഇതൊക്കെ തന്നെയാണ് ഓർമ്മ വരുന്നത്. ഇത്രയ്ക്കധികം ആളുകൾ വെളുക്കാൻ വേണ്ടി ഇന്നും ആഗ്രഹിക്കുന്നു. ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് പറയുന്നു കറുപ്പിനാണ് സൗന്ദര്യം, കറുപ്പിനൊരു പ്രശ്നമില്ല എന്നൊക്കെ വിളിച്ചു ഓതുന്നുണ്ട്. പക്ഷെ ഇത്രയേറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കറുപ്പിന്റെ കൂടെ നിന്നിട്ടും പിന്തുണ അറിയിച്ചിട്ടും പുറത്തുള്ള ജനങ്ങൾ വെളുക്കാൻ വേണ്ടി ഓടി നടക്കുന്നുവെങ്കിൽ യാഥാർത്ഥ്യം പുറത്താണ് നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കറുപ്പിനോടുള്ള ആ ഒരു അനുഭവം ഒന്നും പുറം ലോകത്ത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഇപ്പൊ നമ്മുടെ പണ്ടത്തെ ആ സൗന്ദര്യ സങ്കല്പത്തെയൊക്കെ മാറ്റുന്ന രീതിക്കായിരുന്നു ഇപ്പൊ മലയാള സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ നിമിഷ സജയനെ പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് അധികം യൂസ് ചെയ്യാണ്ട് അതുപോലെ തന്നെ ആ ഒരു സ്കിൻ ടോൺ ഒക്കെ കാണിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്നിരുന്നു. പക്ഷെ അതിലും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, മലയാളത്തിലെ മുൻനിര നായകന്മാരിൽ പലരും അവരുടെ യഥാർത്ഥ സ്കിൻ ടോൺ വിട്ടിട്ട് ഗ്ലൂട്ടാതയോൺ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അവർ പലരും സ്കിൻ വൈറ്റനിങ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ അതുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. സോ ഈ പറയുന്ന നിറം എന്ന് പറയുന്ന സംഭവത്തോട്, കറുപ്പിനോടുള്ള എന്തോ ഒരു ഭയമാണ് ഇവരെ കൊണ്ട് ഈ പറയുന്ന ഗ്ലൂട്ടാതയോണും അതുപോലുള്ള ട്രീറ്റ്മെന്റിലേക്കൊക്കെ എത്തിക്കുന്നത്. നമ്മൾ കൺമുമ്പിൽ പല ആർട്ടിസ്റ്റുകളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, പല ആർട്ടിസ്റ്റുകളും വെളുത്ത് തുടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷെ അവരുടെ യഥാർത്ഥ നിറം ഈ പറയുന്ന വെളുപ്പായിരിക്കില്ല, നല്ല ബ്ലാക്ക് ആയിരിക്കും. പക്ഷെ ആ ബ്ലാക്കിനെ അവർ ഭയക്കുന്നുണ്ട്. ആ ബ്ലാക്കുമായിട്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വെളുപ്പിലേക്ക് എത്തിയത്. അപ്പൊ ആരാണ് സ്ത്രീകളെ ഈ പറയുന്നത് പോലെ ഉള്ള ഒരു സങ്കല്പത്തിലേക്ക്, വെളുപ്പ് എന്ന് പറയുന്ന സൗന്ദര്യ സങ്കല്പം എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത്? നമ്മുടെ സമൂഹം തന്നെയാണ്. ഈ പറയുന്ന പോലെ തന്നെ 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് തോന്നുന്ന അപകർഷത, അതുപോലെയുള്ള അപകർഷതകൾ കുത്തി ഉണ്ടാക്കിയെടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ എല്ലാവരും അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ വെളുത്തേ മതിയാവൂ എന്ന് പറയുന്ന ആ ഒരു സാധനം കുത്തി നിറച്ചാണ് കുട്ടികൾ ഈ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പം ശാരദാ മുരളീധരന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും കുറെ കൂടി പ്രസക്തമാകുന്നതും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസക്തമാവുന്ന അതുപോലെ തന്നെയാണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഒരു വളർച്ച, ആ പറയുന്ന ഒരു ബിസിനസ് ആണത്, അതിന്റെ ഒരു വളർച്ച കാണിക്കുന്നതും.
ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇന്ന് അധിക്ഷേപിക്കുന്നു, ഇവിടെ വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ബിസിനസ്സുകൾ കാര്യമായിട്ട് നടക്കുന്നു. അപ്പൊ ഈ അധിക്ഷേപത്തിന്റെ വേറെ ബാക്കി തന്നെയാണ് ഈ ബിസിനസ് ആയിട്ട് വരുന്നതും. സോ മനുഷ്യന്റെ ഉള്ളിലെ വൈകൃതങ്ങളെ, മനുഷ്യന്റെ ഉള്ളിലെ ചില തെറ്റായ ധാരണകളെ കച്ചവടം ചെയ്തുകൊണ്ടാണ് ഇത്തരം ബിസിനസ്സുകൾ വളർന്നു വരുന്നതും.